വെൽക്കം ഓൾ. SLC മാത്സിലെ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് മോഡൽസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രിപ്പയർഡ് ആക്കിയിട്ടുള്ളത്. സോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തറോ ആയിട്ട് പഠിക്കാം. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 3 സോളിഡ്സ് ആണ്: സ്ക്വയർ, പിരമിഡ്, കോണ്, അതുപോലെ സ്ഫിയർ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് സ്ക്വയർ പിരമിഡിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. A square pyramid is made with each lateral face as shown in figure. Calculate its base edge, lateral edge, slant height, base area, total lateral surface area, height of pyramid, volume. അതായത് നമുക്കറിയാം സ്ക്വയർ പിരമിഡിന്റെ ബേസ് പറഞ്ഞാൽ സ്ക്വയർ ആയിരിക്കും, ലാറ്ററൽ സർഫസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും, ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. സോ ടോട്ടൽ 4 ലാറ്ററൽ ഫേസസ് ആണുള്ളത്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ബേസ് എഡ്ജ് കാണണം. ഓക്കെ, അപ്പോൾ ലാറ്ററൽ ഫേസിന്റെ ഐസോസെലസ് ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് 12 സെന്റിമീറ്റർ ആണ്, മറ്റു രണ്ട് സൈഡുകൾ 2√34 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോ ബേസ് എഡ്ജ് അല്ലെങ്കിൽ പാദവക്ക് എന്തായിരിക്കും? നമുക്കറിയാം ഒരു സ്ക്വയറും 4 ഐസോസെലസ് ട്രയാങ്കിളും വെച്ച് നമ്മൾ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ സൈഡ്സ് എന്തായിട്ട് മാറും? ലാറ്ററൽ എഡ്ജസ് ആയിട്ട് മാറും, അല്ലെ? അതുപോലെ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ ബേസ് എന്തായിട്ട് മാറും? ഇതിന്റെ ബേസ് എഡ്ജ് ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് അതിന് ഈസി ആയിട്ട് കിട്ടുമല്ലോ. എന്താണ് ബേസ്? സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് എന്തായിരിക്കും? ബേസ് എഡ്ജ് നമ്മുടെ ഈ ലാറ്ററൽ ഫേസ് അല്ലെങ്കിൽ ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ്, ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ. ഒന്നാമത്തെ ആൻസർ 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ലാറ്ററൽ എഡ്ജ്. ഞാൻ പറഞ്ഞു ലാറ്ററൽ എഡ്ജ് എന്തായിരിക്കും? സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ എഡ്ജ് എന്നുള്ളത് ഈ ട്രയാങ്കിളിന്റെ ഈക്വൽ അല്ലാത്ത ആ സൈഡ് ആയിരിക്കും. സോ നമുക്കത് 2√34 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് സ്ലാന്റ് ഹൈറ്റ് കാണണം. സ്ലാന്റ് ഹൈറ്റ് കാണാൻ നമുക്ക് സ്ക്വയർ പിരമിഡിലെ 2 ട്രയാങ്കിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെ സ്ലാന്റ് ഹൈറ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? സ്ലാന്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ സ്ലാന്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്ക്വയർ പിരമിഡിന്റെ ഈ ചെരിവ് ഉയരം, ഇതാണ് സ്ലാന്റ് ഹൈറ്റ്. ഇതെന്തായിട്ടാണ് മാറുക? ഇത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ടാണ് മാറുക, അല്ലെ? സോ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് കണ്ടെത്തേണ്ടത്. ഇതാണ് സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് മാറുക. നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ സൈഡ് √34 സെന്റിമീറ്റർ ആണ്. ഈ സൈഡ് നമുക്ക് എന്ത് കണ്ടെത്താം? ഈ സൈഡ് എന്താണ്? 12 സെന്റിമീറ്ററിന്റെ ബേസ് എഡ്ജ് പാദവക്കിന്റെ പകുതിയാണ്, അതായത് 6 ആണ്. സോ ഈ ഹൈറ്റ് ആണ് സ്ലാന്റ് ഹൈറ്റ്. നമുക്ക് പേര് കൊടുക്കാം ABC. സോ AB ആണ് സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, സോ അതിന് വേണമെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സ്ലാന്റ് ഹൈറ്റ് ആണ് കാണേണ്ടത്. ലാറ്ററൽ എഡ്ജ് തന്നിട്ടുണ്ട് 2√34. ഹാഫ് ഓഫ് ബേസ് എഡ്ജ് എന്താണ്? 12ന്റെ പകുതി 6 ആണ്. സോ സ്ലാന്റ് ഹൈറ്റ് നമുക്ക് ഇങ്ങനെ കാണാം. നമുക്കറിയാം സ്ലാന്റ് ഹൈറ്റ് സ്ക്വയർ എന്താണ്? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിന്ന്, ആ മട്ടത്രികോണത്തിൽ നിന്ന് പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് സ്ലാന്റ് ഹൈറ്റ് സ്ക്വയർ നമുക്ക് കണ്ടെത്താം. എന്താണ്? ലാറ്ററൽ എഡ്ജ്, അതായത് പാർശ്വവക്കിന്റെ സ്ക്വയർ മൈനസ് ഹാഫ് ഓഫ് ദി ബേസ് എഡ്ജ്, അതിന്റെ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഇതാ ലാറ്ററൽ എഡ്ജ് ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? 2√34 ആണ്. അതിന്റെ സ്ക്വയർ മൈനസ് ഹാഫ് ഓഫ് ബേസ് എഡ്ജ്, 12ന്റെ പകുതിയായ 6ന്റെ സ്ക്വയർ. സോ നമുക്കത് സ്ക്വയർ ചെയ്ത് നോക്കാം. 2√34 എന്താണ്? 4 × 34 ആണ് അതിന്റെ സ്ക്വയർ വരുന്നത്. 6 സ്ക്വയർ എന്താണ്? 36 ആണ്. ഓക്കെ,
4 into 34 എന്ന് പറയുമ്പോൾ എത്ര വരും? 136. Okay, 136 വരും. 136 minus 36. That is 100. അതായത് സ്ലാന്റ് ഹൈറ്റിന്റെ സ്ക്വയർ 100 ആണ്. സ്ലാന്റ് ഹൈറ്റിന്റെ സ്ക്വയർ 100 ആണ്. So what is slant height? Slant height നെ നമുക്ക് root of 100, that is 10 centimeter. Okay, so നമുക്ക് ഈ പൈതഗോറസ് പ്രകാരം നമുക്ക് എന്തുണ്ട്? സ്ലാന്റ് ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. Okay, 10 centimeter. ഇനി ബേസ് ഏരിയ ആണ്. ബേസ് ഏരിയ വളരെ സിമ്പിൾ ആണ്. എന്താണ് ബേസ്? ബേസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ക്വയർ ആണ് അല്ലെ? ആ സ്ക്വയറിന്റെ ഏരിയ. അപ്പോ ഈ സൈഡ് നമുക്ക് ഓൾറെഡി അറിയാം, ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും. സോ ബേസ് ഏരിയ എന്തായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും അല്ലെ? സോ എ എന്ന് വെച്ചാൽ എന്താണ്? ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് നമുക്ക് അറിയാം, ഈ ട്രയാങ്കിളിന്റെ ഈ ബേസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 12. ഓക്കെ, സോ ബേസ് ഏരിയ എന്തായിരിക്കും? 12ന്റെ സ്ക്വയർ. അതാണ് ബേസ് ഏരിയ. ബേസ് ഏരിയ 12 സ്ക്വയർ, ദാറ്റ് ഈസ് 144. യൂണിറ്റ് എന്താണ്? ഇതെല്ലാം സെന്റിമീറ്റർ ആയതുകൊണ്ട് യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെന്റിമീറ്റർ. സോ ബേസ് ഏരിയ നമുക്ക് കിട്ടി 144 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ, സ്ക്വയർ പിരമിഡിൽ എന്തുണ്ട്? രണ്ട് ടൈപ്പ് സർഫസ് ഉണ്ട്. ലാറ്ററൽ സർഫസ് ഉണ്ട്, അതെന്താണ്? ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. പിന്നെ എന്തുണ്ട്? ബേസ് ഉണ്ട്, അതെന്താണ്? സ്ക്വയർ ആണ്. സോ ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ടോട്ടൽ ഈ 4 ട്രയാങ്കിളുടെയും എന്താണ്? ഏരിയ ആണ്. ഓക്കെ, സോ ആദ്യം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് നമുക്ക് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച് ആണല്ലോ ഇക്വേഷൻ. എന്താണ്? ഹാഫ് ബി എച്ച് അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്താക്കാം? ഹാഫ് ബി എച്ച്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്താക്കാം? ഹാഫ് ബി എച്ച് എന്ന രീതിയിൽ കാണാം. അതെന്താണ്? ഹാഫ്. ഇവിടെ ബേസ് എന്താണ്? 12 സെന്റിമീറ്റർ അല്ലെ? ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു എച്ച് എന്താണ്? എച്ച് എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, അതാണ് സ്ലാന്റ് ഹൈറ്റ്. നമ്മൾ ഓൾറെഡി കണ്ടെത്തി, 10 എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് വരുമ്പോ നമുക്ക് 60 സെന്റിമീറ്റർ എന്ന് കിട്ടും, സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനത്തെ 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ? സോ ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? Total lateral surface area is equal to 4 into 60. That is 240 centimeter square. അതാണ് total lateral surface area. Okay, so ഇത് നമുക്ക് കിട്ടി 240 centimeter square. ഇനി ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്നാൽ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ബേസ് ഏരിയ പ്ലസ് ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ ആണല്ലോ. സോ നമുക്ക് 144 സെന്റിമീറ്റർ സ്ക്വയറും 240 സെന്റിമീറ്റർ സ്ക്വയറും കൂട്ടിയിട്ട് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ ഇതാ? 144 പ്ലസ് 240, ദാറ്റ് ഈസ് 384 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് പിരമിഡ് കാണണം. ഹൈറ്റ് ഓഫ് പിരമിഡ്, പിരമിഡിന്റെ ഹൈറ്റ് കാണണം. പിരമിഡിന്റെ ഹൈറ്റ് കാണാൻ നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ അല്ലെ, അതിലെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. സോ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നല്ലോ രണ്ടാമത്തെ ട്രയാങ്കിൾ. പിരമിഡിന്റെ ഹൈറ്റ് ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ ഹൈറ്റ് എന്താണെന്നാ കണ്ടെത്തേണ്ടത്. അപ്പോ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ എ ബി സി എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? എ ബി സി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ സ്ലാന്റ് ഹൈറ്റും ഹാഫ് ഓഫ് ദി ബേസ് ഹൈറ്റും കിട്ടിയാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. നമ്മൾ സ്ലാന്റ് ഹൈറ്റും ഹാഫ് ഓഫ് ദി ബേസ് ഹൈറ്റും നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? സ്ലാന്റ് ഹൈറ്റ് എന്താണ്? സ്ലാന്റ് ഹൈറ്റ് നമ്മൾ കണ്ടത് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ ബേസ് ഹൈറ്റ് 12 ആണ്. സോ ഹാഫ് ഓഫ് ദി ബേസ് ഹൈറ്റ് എന്നാൽ 6 ആവും. സോ അത് വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം.
സ്ലാന്റ് ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ്. സ്ലാന്റ് ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഹാഫ് ഓഫ് ദി ബേസ് എഡ്ജ് പറയുമ്പോൾ നമുക്ക് 6 ആണ്. ഓക്കെ, സോ ഈ ട്രയാങ്കിളിന് നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് എങ്ങനെ നമുക്ക് കിട്ടും? ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ലാന്റ് ഹൈറ്റ് സ്ക്വയർ മൈനസ് ഹാഫ് ഓഫ് ബേസ് എഡ്ജ് സ്ക്വയർ അല്ലെ? അതെന്താണ്? സ്ലാന്റ് ഹൈറ്റ് സ്ക്വയർ ആണ് 10 സ്ക്വയർ മൈനസ് ഹാഫ് ഓഫ് ബേസ് എഡ്ജ് സ്ക്വയർ ആണ് 6 സ്ക്വയർ. 100 മൈനസ് 36 that is 64. So height square 64 ആണ്. So height of the pyramid, height എന്താണ്? റൂട്ട് 64 that is 8 സെന്റിമീറ്റർ. ഓക്കെ, സോ നമുക്ക് ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് 8 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് വോള്യം? ഓക്കെ, വോള്യം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വോള്യം ഈസി ആണല്ലോ. 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, പ്രിസത്തിന്റെ വോള്യം പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതിന്റെ 1/3 ആണിത്. സോ വോള്യം നമുക്ക് എങ്ങനെ കാണാം? വോള്യം നമുക്ക് 1/3, ഇവിടെ ബേസ് ഏരിയ എന്നാൽ ബേസ് എന്നാൽ സ്ക്വയർ ആണ്, ദാറ്റ് ഇസ് എ സ്ക്വയർ അല്ലെ? ഇങ്ങനെ നമുക്ക് ബേസ് ഏരിയ എന്ന് തന്നെ എഴുതാം, ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി പിരമിഡ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. 1/3 ബേസ് ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, എന്താണ്? 144. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാം, എ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ന രീതിയിൽ എഴുതാം. 1/3 എ സ്ക്വയർ, എ എന്ന് വെച്ചാൽ ബേസ് എഡ്ജ്, എ സ്ക്വയർ ആകുമ്പോൾ 12 സ്ക്വയർ, 12 ഇൻറ്റു 12 എന്ന് എഴുതാം, ഇൻറ്റു ഹൈറ്റ് എന്താണ്? ഹൈറ്റ് ഓഫ് ദി പിരമിഡ് 8 ആണ്. നമുക്ക് ഇത് കട്ട് ചെയ്യാം, 4. ഓക്കെ, സോ 12 ഇൻറ്റു 4 ഇൻറ്റു 8 എന്ന് വരും. 12 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 48 അല്ലെ? 48 ഇൻറ്റു 8 എത്ര നോക്കാം, 64, 384. സോ നമുക്ക് 384 സെന്റിമീറ്റർ ക്യൂബ്, വോള്യത്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ക്യൂബ് സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് എഴുതുക. സോ ഈ ക്വസ്റ്റ്യൻസ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ നമ്മൾ സ്ക്വയർ പിരമിഡ് എന്നുള്ള പോർഷൻ കഴിയും. അതേപോലെ ഞാൻ കോണിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് ക്ലിയർ ആക്കി പഠിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതേപോലെ സ്ഫിയറിനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇവിടെ സ്ക്വയർ, ഇത് ഒന്ന് മാറ്റാം, സ്ക്വയർ പിരമിഡ് അല്ല, കോൺ ആണ് കേട്ടോ. അങ്ങനെ മാറ്റിയത് കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ സെക്ടർ വെച്ചിട്ട് അല്ലെ? സെക്ടർ റോൾ ചെയ്തിട്ടാണല്ലോ നമ്മൾ കോൺ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് തന്നിട്ട്, സെക്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ആർക്ക് തന്നിട്ടുണ്ട്, അതുപോലെ സെക്ടറിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ലാന്റ് ഹൈറ്റ് എന്താണ്? ബേസ് റേഡിയസ് എന്താണ്? ഹൈറ്റ് ഓഫ് ദി കോൺ എന്താണ്? ബേസ് ഏരിയ എന്താണ്? ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? അതുപോലെ വോളിയം എന്താണ്? സോ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അതേപോലെ സ്ഫിയറിന്റെ കേസിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം എന്നാൽ 60 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അതിനെ 2 ഹാഫ് ആക്കി മാറ്റി, 2 ഹെമിസ്ഫിയർ ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഓരോ ഹെമിസ്ഫിയറിന്റെയും ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും? അതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അതും ചെയ്തു നോക്കുക. പിന്നെ വേറൊരു ക്വസ്റ്റ്യന്, 4ാമത്തെ ക്വസ്റ്റ്യന്, ഒരു സ്ഫിയർ മെൽറ്റ് ചെയ്തിട്ട്, അതായത് സ്ഫിയറിന്റെ റേഡിയസ് 8 സെന്റിമീറ്റർ ആയിരുന്നു, അതിനെ മെൽറ്റ് ചെയ്തിട്ട് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കാം? ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്.
അതേപോലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ഒരു ക്യൂബോയിഡ് ഉണ്ട്. ക്യൂബോയിഡ് മീൻസ് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആയിട്ടുള്ള ഒരു ബോക്സ്. അതായത് റെക്ടാംഗുലർ പ്രിസം എന്നല്ലേ, അതേപോലെ സ്ക്വയർ പ്രിസം ഉണ്ട്. സ്ക്വയർ പ്രിസത്തിൽ തന്നെ ഹൈറ്റും കൂടി ഈക്വൽ ആണെങ്കിൽ, ഹൈറ്റും കൂടിയും ഷെയ്ഡിന് ബേസിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താകാം? ക്യൂബിക്കൽ ബോക്സ് അല്ലെങ്കിൽ ക്യൂബോയിഡ് എന്ന് പറയാം. അതിന്റെ സൈഡ്സ് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഏറ്റവും വലിയ വലിപ്പമുള്ള സ്ഫിയറിന്റെ വോളിയം എന്താ? അതേപോലെ സ്ക്വയർ പിരമിഡിന്റെ വോളിയം എന്താണ്? അതുപോലെ കോണിന്റെ വോളിയം എന്താണ്? സോ ഇതൊക്കെ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക, ഇത് പഠിക്കുക. കാരണം ഇതെല്ലാം പഠിച്ചാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്നിട്ട് ഇതിലെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്.